കൂട്ടപ്പിരിച്ചുവിടൽ നടന്ന കോറോ ഹെൽത്തിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം. ലേബർ കമ്മീഷനുമായുള്ള ചർച്ചയിൽ തൊഴിലാളികളും കമ്പനിയുടെ ലീഗൽ അഡ്വൈസറും തൊഴിലാളി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. വെള്ളിയാഴ്ച തൊഴിൽ മന്ത്രിയുമായി ഉള്ള ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കുമെന്ന് ഉമാ തോമസ് MLA അറിയിച്ചു. 6-ാം തീയതി ഇന്ന് രാവിലെ അവർക്ക് എത്താൻ സാധിക്കില്ല, 10-ാം തീയതി ആക്കണം എന്ന് അവരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. 10-ാം തീയതിയോ അല്ലെങ്കിൽ അതിന് അടുത്ത ഒരു ദിവസമോ കൺവീനിയന്റ് ആയിട്ടുള്ള ദിവസം അവരെ അറിയിക്കുകയാണെങ്കിൽ ആ ദിവസം അവർ വന്നിട്ട് ഗവൺമെന്റുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ള ഒരു മെയിൽ വരികയുണ്ടായി. നമ്മളത് ഒട്ടും വൈകണ്ട എന്ന് വിചാരിച്ചിട്ട് 10-ാം തീയതി തന്നെ മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തോളാം എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പിരിച്ചുവിട്ട ജീവനക്കാർ ഇന്നും കൊച്ചിയിലും കോഴിക്കോടും ഓഫീസുകളിൽ എത്തിയിരുന്നു. അനിൽ ജോർജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ, എന്തായാലും കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ് എന്നാണ് ഉമാ തോമസ് MLA പറഞ്ഞത്. തൊഴിൽ മന്ത്രിയുമായിട്ടുള്ള ചർച്ച ഉണ്ടാകും. ഇന്ന് ഈ തൊഴിലാളി സംഘടനയും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ചർച്ചകളും നടന്നു. അപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? എത്ര ദിവസത്തേക്ക് ഇവർക്ക് സാധാരണ രീതിയിൽ ഓഫീസുകളിൽ പോകാൻ സാധിക്കും? ഇനിയുള്ള ചർച്ചകളിൽ എന്താകും തീരുമാനമെന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? സ്വാതി, ഏതാണ്ട് 2 മണിക്കൂറോളം ചർച്ച നീണ്ടു. ഇന്ന് പ്രധാനമായും പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ മറ്റു ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, ഉമാ തോമസ് MLA, ലേബർ ഓഫീസർമാർ തുടങ്ങിയ ആളുകളും, ഒപ്പം കമ്പനിയെ പ്രതിനിധീകരിച്ച് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറും മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു തീരുമാനമെന്ന നിലയിൽ കമ്പനി അടച്ചുപൂട്ടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കമ്പനി തുടർന്നും പ്രവർത്തിക്കണമെന്ന് കാട്ടിക്കൊണ്ട് ലീഗൽ നോട്ടീസ് കമ്പനിക്ക് അയക്കാനാണ് ഇപ്പോൾ ആദ്യത്തെ തീരുമാനം. അത് ഇന്ന് തന്നെ തൊഴിൽ വകുപ്പ് ആ നോട്ടീസ് അയക്കുകയും ചെയ്യും. ഒപ്പം 10-ാം തീയതി വരെ, 10-ാം തീയതിയിൽ കമ്പനി ഉടമകളും ഒപ്പം തന്നെ മിനിസ്റ്ററുമായി നടത്തുന്ന ചർച്ചയിലെ തീരുമാനത്തിൽ എത്തുന്നതുവരെ ജീവനക്കാർക്ക് കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ഓഫീസുകളിൽ പ്രവേശിക്കാനും അവർക്ക് ഓഫീസ് പരിസരങ്ങൾ ഉപയോഗിക്കാനുമുള്ള അവകാശമുണ്ടായിരിക്കും. ആ കാര്യത്തിൽ ഉറപ്പ് നൽകണം എന്നും ഈ ചർച്ചയിൽ ആവശ്യമുയർന്നു. ഇതിൽ ലീഗൽ അഡ്വൈസർ പറഞ്ഞത്, താൻ കമ്പനിയുമായി ചർച്ച ചെയ്ത് അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാം എന്നതാണ്. ഇതിനുവരെ അതിൽ ഒരു തീരുമാനം എന്ന നിലയിൽ എത്തിയിട്ടില്ല. അതായത് ജീവനക്കാർ 10-ാം തീയതി വരെ കമ്പനിയും പരിസരവും ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് കമ്പനി അധികൃതരിൽ നിന്ന് കൃത്യമായ ഒരു ഉറപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതാണ് നിലവിലുള്ള ഒരു സാഹചര്യം. ഒപ്പം ജീവനക്കാർ പക്ഷേ ഈ കാര്യത്തിൽ 10-ാം തീയതി വരെയുള്ള ചർച്ചകൾക്ക് വരുന്നത് വരെയുള്ള സമയങ്ങളിൽ ഓഫീസ് ഉപയോഗിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എങ്കിലും എത്തിയതിൽ സംതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷ ഉണ്ട് എന്നാണ് നടക്കാനുള്ള ചർച്ചയിലാണ് ജീവനക്കാരുടെ അടക്കം പ്രതീക്ഷ.